89.6 FM സർഗക്ഷേത്ര SK Hotspot. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ എൻ്റെ കൂടെയുള്ളത് റൈറ്റർ, ഡയറക്ടർ, കിടിലൻ നടൻ, പിന്നെന്താ പറയുക, സ്റ്റേജുകളിലൊക്കെ നമ്മളിങ്ങനെ കയ്യടികൾ കൊണ്ട് എന്നും വിസ്മയിപ്പിക്കുന്ന ഒരു താരമൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബിബിൻ ജോർജ് വിത്ത് മീ. നമസ്കാരം. നമസ്കാരം ബ്രോ. അപ്പോൾ ഞാൻ ഏറ്റവും നമ്മൾ സിനിമയെക്കുറിച്ചോ എഴുത്തിനെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരുവിധമായ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നില്ല. എനിക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത്, ഞാൻ ഈ കലാഭവനിലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടൊരു ബിബിൻ ജോർജ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അതായത് വീട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ ഒരു ബിബിൻ ജോർജ്, സ്ഥിരമായിട്ട് ഉള്ളൊരു ബിബിൻ ജോർജ് ഉണ്ടല്ലോ, അവർ പറഞ്ഞു കേൾക്കുന്ന ചില വിശേഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്താണ് ബിബിൻ ജോർജ് എന്നാണ് എനിക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത്. നിങ്ങൾ എന്താണ് ആദ്യം പറഞ്ഞു കേട്ടേക്കുന്നത്, അതാദ്യം പറ. അല്ല, എല്ലാവരുടെ അടുത്തും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു നോ പറയാം, എന്ത് പറഞ്ഞാലും അങ്ങനെയൊന്നും പറയാത്ത, ആ കൂട്ടത്തിൽ ചേരുന്ന വളരെ സ്നേഹമുള്ള സൗഹൃദമുള്ള ഒരാളെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇനി താങ്കൾ കേട്ടിരിക്കുന്നത് പറയൂ. അല്ല, എല്ലാവരും ഒരേപോലെയൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു അപ്പം പഠിപ്പിച്ചേക്കുന്ന രീതി എല്ലാവരോടും ഒരേപോലെ പെരുമാറാനാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ അത് ഞാൻ ഹാൻഡിൽ ചെയ്ത് വരാറുണ്ട്. പരമാവധി എല്ലാവരോട്ടും പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പെരുമാറാനൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ പോലും മഹാവീരനൊക്കെ പറഞ്ഞേക്കുന്ന പോലെ ഒരു ഉറുമ്പിനെ പോലും നോക്കിയാതെ ഇവിടെ ലോകത്താരും കടന്നു പോകുന്നില്ല. എന്ത് നല്ലത് ചെയ്താലും അല്ലെങ്കിൽ നന്മ ചെയ്താലും അതിൻ്റെ ഒരു പക്ഷത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു സെക്ഷനും ഉണ്ടാവും. എങ്കിലും അതൊന്നും നോക്കുന്നില്ല, നമ്മളെ സ്നേഹിച്ച ആളുകളെ നോക്കി നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള പ്രോസസ്സിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ. അങ്ങനെ നല്ല വാക്കുകൾ, നല്ല മനസ്സ്, നല്ല ചിന്തകൾ, ഇതുമൊക്കെ ആയിട്ട് എപ്പോഴും നമ്മളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ബിബിൻ ജോർജാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അതിനു മുമ്പ് പാട്ടുകൾ വരുന്നുണ്ട്. സേതുവാണ് കൂടെ. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. എൻ്റെ കൂടെയുള്ളത് റൈറ്റർ, നടൻ ഒക്കെ ആയിട്ടുള്ള ബിബിൻ ജോർജാണ്. ബിബിൻ, ഇനിയിപ്പോൾ നമുക്ക് അമ്പട വീര, ക്വാളിഫിക്കേഷൻ താരമേ, സണ്ണിക്കുട്ട എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ക്വാളിഫിക്കേഷൻ്റെ ഒരു നിര തന്നെയുണ്ട് ഈ പറഞ്ഞ പോലെ അക്കാഡമിക് ലെവലിൽ. അപ്പോൾ എന്താണ് പഠിപ്പിനോട് ഇത്ര താല്പര്യം തോന്നാനായിട്ടുള്ള കാരണം? ക്വാളിഫിക്കേഷൻ പറഞ്ഞു കേട്ടാ. പഠിപ്പിനോട് അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് കുറച്ച് പഠിച്ചത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോലുള്ളൊരു കുട്ടി അവർ നോക്കുകയും അവരെന്ത് കലാകാരനാന്നുള്ള പ്രോത്സാഹിപ്പിച്ചാലും നമ്മുടെ ഭാവി എന്താണെന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ അവർക്ക് എന്നും ഉണ്ടായിട്ടുണ്ട് അപ്പനും അമ്മയ്ക്കും. അപ്പോൾ എന്നോട് പറയും, എടാ നീ പരിപാടിക്ക് വെക്കുമോ, മിമിക്രി ചെയ്തോ, അല്ലെങ്കിൽ സ്റ്റേജിൽ പൊക്കോ, നടനായിക്കോ, അതെല്ലാം നീ ചെയ്തോ, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ പഠനം സൈഡിൽ കൂടി പോകണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു സ്ഥിര വരുമാനം എന്നൊക്കെ ഉള്ളത് എല്ലാ അച്ഛനമ്മമാരെ പോലെ അവരുടെയും സ്വപ്നമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം നൽകിയത് എൻ്റെ ഇഷ്ടത്തിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ BA കഴിഞ്ഞു, MA കഴിഞ്ഞു, എല്ലാം ഹിന്ദിയിലായിരുന്നു. പിന്നെ MPhil കഴിഞ്ഞു, B.Ed കഴിഞ്ഞു. അങ്ങനെ അധ്യാപകനായിട്ടൊക്കെ തുടർന്ന് 2 കൊല്ലം ഞാൻ പഠിപ്പിച്ചു. എറണാകുളം ഗേൾസ് സ്കൂളിൽ 2 കൊല്ലം പഠിപ്പിച്ചു. SRV സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ബ്രണ്ണൻ, അങ്ങനെ കുറച്ച് സ്കൂളുകളൊക്കെ പഠിപ്പിച്ചു. പിന്നെയും നമ്മുടെ ആഗ്രഹം എഴുത്തും മിമിക്രിയും സിനിമാ നടനും ഒക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകിലേക്കൊക്കെ തന്നെ പോയി എന്നുള്ളതാണ്. ഓക്കെ. ഈ ഹിന്ദി പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ചായക്കടയിൽ ചെന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സലൂണിൽ ചെന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഹിന്ദി അറിയണം. കാരണം നമ്മുടെ നാട്ടിൽ അവരൊരുപാട് എന്താ പറയുക, അതിഥി തൊഴിലാളികളുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഹിന്ദി പഠിച്ചതുകൊണ്ട് ഏറ്റവും വലിയ ഗുണമായി മാറിയിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് പറയാം, ഓർമ്മയിലുണ്ടോ? ഇപ്പം ഇല്ല, പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നല്ല സിനിമയിൽ, ഹിന്ദി സിനിമയിൽ കിട്ടുമ്പോൾ ഞാൻ ഫ്ലുവൻ്റായിട്ട് ഹിന്ദി സംസാരിക്കും എന്നുള്ള. അതേപോലെ തന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്തതും എൻ്റെ ടെൻഷനും അത് തന്നെയാണ്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും പടം വരുന്നാൽ ഞാൻ ദൈവം എന്ത് ചെയ്യും എന്ന് ഞാൻ അതിൻ്റെ ടെൻഷനും ഉണ്ട്. എനിക്ക് അറിവില്ലായ്മ ഉണ്ടല്ലോ, അറിവില്ലായ്മ ഇംഗ്ലീഷാണ്, അറിയാവുന്നത് ഹിന്ദിയാണ്. അപ്പം എന്തായാലും ഭാവിയിൽ ഒരു ഹിന്ദി സിനിമയിൽ തന്നെ വില്ലനായിട്ട് വരണോ, എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല, എന്താണെങ്കിലും പരിപാടികൾ എല്ലാ ക്യാരക്ടറുകളും ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എൻ്റെ ഫിലിമോഗ്രാഫി മൊത്തം കിടക്കുന്നത്. വില്ലനും സഹനടനും അങ്ങനെ പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇന്നതൊന്നുമില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഹീറോ എന്ന് പറയുന്നൊരു സാധനം ഞാൻ കൊണ്ടുപോകും. കാരണം അതാണ് പറ്റാത്തത്, ബാക്കിയെല്ലാം പറ്റുന്ന കാര്യമാണ് എല്ലാവർക്കും.
അടിപൊളി. അപ്പോൾ എന്തായാലും ബിബിൻ ജോർജ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, കേട്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ചോദിക്കാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരേ വാ എന്ന് നമ്മുടെ ബിബിൻ ജോർജിന് തോന്നിയ സ്വന്തം എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. സ്വന്തം സ്വഭാവത്തിൽ, സ്വന്തം സവിശേഷതകളിൽ അരേ വാ എന്ന് സ്വന്തമായിട്ട് കരുതിയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നു. പക്ഷേ പാട്ട് കഴിഞ്ഞിട്ട് സേതുവാണ് കൂടെ, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. എൻ്റെ കൂടെ ഉള്ളത് സിനിമ സംവിധായകൻ, നടൻ ഒക്കെ ആയിട്ടുള്ള ബിബിൻ ജോർജാണ്. ഒരുപാട് നാളത്തെ സങ്കടവും ഒരുപാട് നാളത്തെ കാത്തിരിപ്പും ഒക്കെ ഇല്ല ഇതിൻ്റെ അകത്തേക്ക് വരുന്നതിൽ, അല്ലേ? ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഈ കരച്ചിലും ഈ കോൺഫിഡൻസ് കുറയലും പിന്നെ കോൺഫിഡൻസ് നമ്മൾ വീണ്ടും നേടിയെടുക്കലും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോദിക്കുകയാണ്, അരേ വാ എന്ന് സ്വന്തമായിട്ട് കണ്ണാടി നോക്കി പറഞ്ഞിട്ടുള്ള ഒരു സ്വന്തം ഒരു 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 കലക്കൻ ഒരു ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു സ്വഭാവ ഗുണം എന്തായിരിക്കും? എമ്പതിയാണ് അരേ വായും അരേ പോവും. എന്താ കാര്യം എന്ന് വെച്ചാൽ എമ്പതി കാരണം എമ്പതി ഉള്ളത് ഭയങ്കര ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മൊത്തത്തിൽ. അതായത് പെട്ടെന്ന് എല്ലാവരുടെയും ഫീലിങ്സ് മനസ്സിലാക്കാനും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറൊരു ആളുടെ കേട്ടാലും കണ്ണ് നിറയുന്നൊരു അവസ്ഥ എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു മിക്ക കലാകാരന്മാർക്ക് ഉണ്ടാവും. എമ്പതി കൂടുതലാണ്. അതാണ് എൻ്റെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പെട്ടെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റും. അത് അരേ പോകാവുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എമ്പതി വെച്ചിട്ട് എന്നെ പറ്റിക്കാനും പറ്റും. ഞാൻ പെട്ടെന്ന് സെൻറ്റിമെൻ്റലാവണോണ്ട് നമ്മളവരെ സഹായിക്കുകയും ലാസ്റ്റ് കുടുങ്ങുകയും പിന്നെ അയാൾ എനിക്ക് വള്ളിയാവുകയും അങ്ങനെയുള്ള നിങ്ങളെയൊക്കെ പോലെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അതൊക്കെ? സ്നേഹിച്ചുകൊണ്ടല്ലേ ഒരാളെ പറ്റിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കുറേ നെഗറ്റീവ് ആളുകളൊക്കെ പെട്ടെന്ന് കിട്ടും. നമ്മളൊരാൾ കൈ കൊടുക്കുമ്പോൾ മുതൽ നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ അയാൾ നെഗറ്റീവ് ആണോ എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ആ വൈബ് കിട്ടുമല്ലോ. നിങ്ങൾക്കും എനിക്കൊക്കെ കിട്ടും. പക്ഷേ സ്നേഹിച്ച് പറ്റിച്ച എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. എന്നെ പറ്റിച്ചിട്ടുണ്ട് ഈസി ആയിട്ട് കടന്നുകളെ. ശരി, എൻ്റെ കൂടെ ഉള്ളത് റൈറ്റർ, ഡയറക്ടർ, ഒപ്പം തന്നെ സിനിമാ താരമൊക്കെ ആയിട്ടുള്ള ബിബിൻ ജോർജ് ആണ്. അദ്ദേഹത്തിന് കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അതിനു മുമ്പ് പാട്ടുകൾ വരുന്നുണ്ട്. സേതുവാണ് കൂടെ, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. എൻ്റെ കൂടെ ഉള്ളത് ബിബിൻ ജോർജ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനായിട്ടുള്ളത് ഷവർമയുമായിട്ട് വളരെയധികം ഒരു 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 അഭേദ്യ. അതെ. എന്താണ് ഷവർമയുമായിട്ട് ഇത്ര സ്നേഹം തോന്നാനുള്ള കാരണം? അതൊരു കാലഘട്ടത്തിൻ്റെ എൻ്റെ ദേശീയ ഭക്ഷണമായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു, ദൈവമേ ഇവൻ വേറെ വല്ല രാജ്യക്കാരനായിരുന്നെങ്കിൽ ഇന്ത്യനെ ഒരു ഷവർമയ്ക്ക് വേണ്ടി ഒറ്റിയനെ. ഷവർമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം അത് തൽക്കാലം നിർത്തി വെച്ചേക്കണതാണ്. സിനിമയിൽ അഭിനയം തുടങ്ങിയ പിന്നെ ഞാൻ എൻ്റെ ബോഡിയൊക്കെ ഇത്തിരി ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് വണ്ണം വയ്ക്കണ ബോഡിയാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ വണ്ണം വയ്ക്കുമല്ലോ സ്വാഭാവികമായിട്ടും, മയോനീസൊക്കെ. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇടിയപ്പവും മീൻകറിയും കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷവർമയാണ്. ഞാൻ എവിടെയോ പറഞ്ഞു, എനിക്കാണ് ബിബിൻ തന്നെ പറഞ്ഞു കേട്ടാന്ന് തോന്നുന്നു. നമ്മൾ ഈ പരിപാടി സ്ഥലത്തെ ഫുഡ്, അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഷവർമ, പിന്നെ നേരിട്ട് അമ്മച്ചിയുടെ ഫുഡ്, ഇത് മൂന്നും കൂടിയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് 98 കിലോ ഉണ്ടായിരുന്നു. നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്രയും വെയിറ്റ് എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന, അന്ന് എഴുത്താണ് ഉള്ളത്. ചായ കുടിക്കും നന്നായിട്ട് ഞാൻ. ഓരോ സ്കിറ്റ് എഴുതി കഴിഞ്ഞാൽ ഓരോ പാൽച്ചായ, സ്ട്രോങ് പാൽച്ചായ, മധുരം കുറച്ച് ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ചില ദിവസങ്ങളൊക്കെ 7-8 ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഷവർമ, വൈകിട്ടാകുമ്പോൾ ഷവർമ കഴിക്കും. വീട്ടിൽ പോയിട്ട് അമ്മിച്ചിയുടെ ചോറും തിന്നും. അപ്പോൾ അങ്ങനെയാണ് അന്ന് നല്ല വണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനാവാത്ത അത്രയും വണ്ണം ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, ബിബിൻ ജോർജിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന SK ഹോട്ട്സ്പോട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണേ, ഈ ബിബിൻ ജോർജ് എന്നുള്ള കലാകാരനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ മൊത്തത്തിൽ ചുരണ്ടിയെടുക്കാൻ പോകണം. അപ്പോൾ എന്തായാലും തലശ്ശേരിയും ഇദ്ദേഹം ഒരു സൈക്കിളും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അത് എന്തായാലും പാട്ട് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. സേതുവാണ് കൂടെ, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. സേതുവാണ് കൂടെ ഉള്ളത്. SK ഹോട്ട്സ്പോട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബിബിൻ ജോർജ്, അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അദ്ദേഹവും തലശ്ശേരിയും സൈക്കിളും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 98 കിലോയുടെ കഥ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ കഥ, അല്ലേ? അതെ, 98 കിലോ എന്ന് വെച്ചാൽ ഞാൻ B.Ed പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ കൂടുതലും പെൺപിള്ളേരായിരുന്നേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറ്റം ഒരാണ് പറഞ്ഞാൽ നമുക്ക് അത്രയും ഫീൽ ആവില്ല. ഒരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ആണുങ്ങൾക്ക് കൊള്ളും എന്ന് പറഞ്ഞ പോലെ
ഒരു പെങ്കൊച്ച് ഇങ്ങനെ തടിയാന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ തടിയാനാണോന്ന് ഞാൻ തന്നെ. കാരണം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വർക്ക് സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ സ്കിറ്റുകൾ എഴുതിക്കൊണ്ടിരുന്നത്. സൂര്യ ടി വിയിൽ രസികരാജ, ആടാം പാടാം, കളിയും ചിരിയും, തില്ലാന അങ്ങനെ എൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ എഴുത്തിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ശ്രദ്ധിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ അഭിനയം എന്നുള്ളത് ഏകദേശം ഞാൻ ഒതുക്കി വെച്ചായിരുന്നു. എനിക്ക് പറ്റില്ലാത്തൊരു പരിപാടിയായിട്ട് ഇടയ്ക്ക് നമ്മളെ ജനങ്ങൾ ഓർമ്മപ്പെടുത്തിയോടുകൂടി ഞാനത് നിർത്തി. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ 98 കിലോയിലൊക്കെ വരികയും ഞാൻ പിന്നെ ഈ പറഞ്ഞ B.Ed പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു പെങ്കൊച്ചിങ്ങനെ കളിയാക്കുകയും അപ്പോൾ ഞാൻ അന്ന് റെക്കഗ്നൈസ് ചെയ്തു, അയ്യോ ഇതെന്താണ് സംഭവം. പിന്നെ അന്ന് തന്നെ ഞാനൊരു സൈക്കിൾ വാങ്ങി, ഡയറ്റ് തുടങ്ങി. പിന്നെ ആ ഒരു കൊല്ലം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ കുറച്ചു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ കയറി ഇറങ്ങി ക്യാരക്ടറുകൾക്ക് വേണ്ടി എന്തെങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടി. ഇപ്പോൾ യമണ്ടം പ്രേമകഥയിലൊക്കെ അത്യാവശ്യം ഞാൻ വണ്ണം കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. തിരുമാലിയിൽ കുറച്ച് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. വെടിക്കെട്ടിൽ അതേപോലെ തന്നെ 18 കിലോ കുറച്ചു ഞാൻ. വെടിക്കെട്ടിൽ അത്രയും ഞങ്ങായിട്ടാണ് അതിൽ ചെയ്തത്. അങ്ങനെ കയറ്റി ഇറങ്ങി അങ്ങനത്തെ ഒരു ബോഡിയാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്ക് നന്നായിട്ട് തിന്നണം, അമ്മച്ചിണ്ടാക്കണ ഫുഡ് കഴിക്കണം, നിങ്ങളെല്ലാവരും പോലെ ചോറ് തിന്നണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അതിൽ ഭയങ്കര വിഷമം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം കൂടി ഉണ്ട്, എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസൊക്കെ ഔട്ടാവും, ഡോപ്പമിനൊന്നും വർക്കാവില്ല. അതിൻ്റെ ഇടയിൽ സ്വീറ്റും കൂടി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാവും എല്ലാവർക്കും. ഈ ഡയറ്റ് എടുക്കുന്നവരൊക്കെ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നതിൻ്റെ ഒരു കാരണം അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഡയറ്റ് എടുക്കുന്നവർ ചൂടായി കഴിഞ്ഞാൽ മനസ്സിൽ വെക്കരുതാരും. ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട്. അതെ, എന്തായാലും നമ്മൾ ഈ തിരുമാലി എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ്, തിരുമാലിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയരുത്. തിരുമാലിയെക്കുറിച്ചൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. എൻ്റെ കൂടെ ബിബിൻ ജോർജ് ഉണ്ട്, സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. അധികം വിശേഷണങ്ങളൊന്നും വേണ്ട, ചുമ്മാ നമുക്ക് ബിബിൻ ജോർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മുഖം ഓർമ്മ വരും, ആളുടെ ചില ഡയലോഗുകൾ ഓർമ്മ വരും. അങ്ങനെ ആ ഒരു കിടിലിന ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. ബിബിൻ, ഇനിയിപ്പോൾ നമ്മൾ ഈ തിരുമാലിയുടെ കാര്യം പറഞ്ഞുകൊണ്ടെന്ന് ചോദിക്കാൻ, നമ്മൾ മലയാളികൾ അങ്ങനത്തെ ഒരു സിനിമ സമയത്ത് ഒട്ടും പ്രതീക്ഷയുള്ള സിനിമയാണ്. ജോണി ആൻ്റണി ചേട്ടനും ബിബിനും കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന, അതിനകത്ത് നേപ്പാളി നായികയായിട്ടുള്ള സ്വസ്തിമ ഖഡ്ക അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് ആ ഒരു നായികയെക്കുറിച്ചാണ്. എങ്ങനെയാണ് നിങ്ങൾ ഓൺബോർഡ് ചെയ്തത്? ആ നായികയുമായിട്ടുള്ള ഷൂട്ട് എങ്ങനെയായിരുന്നു? നേപ്പാളിലൊരു കലക്കം പാട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഒരു വെടിക്കെട്ട് ഡാൻസ് നമ്പറോടെ ഷൂട്ട് ചെയ്തു. അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ആക്ച്വലി തിരുമാലിയില്ലേ, എൻ്റെ എല്ലാ സിനിമകളും ഒരുവിധമുള്ള ആളുകൾ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും തിരുമാലിയാണ് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ സിനിമ ഇറങ്ങുമ്പോൾ 8 ജില്ല കൊറോണ കാരണം പൂട്ടിക്കിടക്കുക. എന്നിട്ടത് ഇറ്റ്സ് മോർ ഡിസേർവ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു അത്. ഈ പറയുന്ന നായികയുടെയൊക്കെ കേസ് അത് സത്യത്തിൽ എനിക്കറിയാം. എൻ്റെ പ്രൊഡ്യൂസർ ലോറൻസ് ചേട്ടനായിരുന്നു. പുള്ളി അദ്ദേഹം വഴിയാണ് അതൊക്കെ വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ആ സിനിമ ഇപ്പോഴും സെക്കൻഡ് ഹാഫൊക്കെ കാണുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലൊരാളെ ഏകദേശം എവറസ്റ്റിൻ്റെ അടുത്ത് വരെ എത്തി എന്നുള്ളതാണ്. ജസ്റ്റ് ഇനി നെക്സ്റ്റ് മല എന്ന് പറഞ്ഞാൽ എവറസ്റ്റാണ് ആ പടത്തിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും വണ്ടി നിർത്തുക, ഏതെങ്കിലും മല കാണുമ്പോൾ അങ്ങോട്ട് കയറ്റുക, അങ്ങനെ ഞാൻ ഫിസിക്കലി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുത്ത സിനിമയായിരുന്നു തിരുമാലി. നിങ്ങൾക്ക് പറ്റുന്നവരൊന്ന്, മനോരമ മാക്സിലുണ്ട്, മനോരമയിൽ മഴവിൽ മനോരമയിൽ എപ്പോഴും വരുന്നുണ്ട്, ഒന്ന് കണ്ടാൽ നല്ലതായിരുന്നു എല്ലാവരും. ഓക്കെ, എനിക്കിനിയിപ്പോൾ ആ നായികയുടെ കൂടെയുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കറിയില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ നായിക. അതിൽ ഐറ്റം ഡാൻസ് മാത്രമേ ഉള്ളൂ. നായിക ലിച്ചിയാണ് അതിൽ. എങ്ങനെയായിരുന്നു അവരുടെ അവരുടെ ഡാൻസ്? അവര് എനിക്ക് എന്തോ അവാർഡ് കിട്ടിയ ഇതാണ്. അവരവിടുത്തെ സംസ്ഥാന അവാർഡ് ജേതാവൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെയോ ഇന്ത്യൻ പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പടത്തിലൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് നല്ല നടന്മാരുള്ള പടമാണ്. ഈവൻ ജോണി ആൻ്റണി ചേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ നടൻ, അതായത് വലിയ നടൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ധർമ്മേട്ടൻ ഓൾറെഡി കൂട്ടുകാരാണ്, പക്ഷേ സലീമേട്ടൻ, ജോണി ആൻ്റണി ചേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള സിനിമയായിരുന്നു തിരുമാലി. സൂപ്പർ. അപ്പോൾ ഇനിയിപ്പോൾ തിരുമാലിയുടെ വിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഈ ബിബിൻ ജോർജിനെ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ കലാഭവൻ്റെ കുട്ടിയായിട്ടുള്ള ഒരു ബിബിൻ ജോർജ് ഉണ്ട്. കലാഭവനിൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മിമിക്രി പഠിപ്പിച്ച ഒരു ബിബിൻ ജോർജ് ഉണ്ട്. അപ്പോൾ ആ ബിബിൻ ജോർജിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും പാട്ട് കഴിഞ്ഞിട്ട്. സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര
SK Hotspot. എൻ്റെ കൂടെ ദേ ഇരിക്കുന്നത് ആരാന്നറിയോ? മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട, എന്ന് മലയാളികൾ ടി വിയിൽ കണ്ടാലും ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ചാനൽ മാറ്റില്ല ബിബിൻ എന്താ പറയണത് നോക്കട്ടെ എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ സംസാരത്തിലും അതേപോലെ കാണിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ കേട്ടിരുന്നു പുതിയതൊരു ഐറ്റം മിമിക്രിയിൽ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നും മിമിക്രിയെ സ്നേഹിക്കുന്ന, എന്നും സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ചിരിക്കട്ടെ എന്ന് നമുക്കതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, കലാഭവൻ കൊണ്ടു തന്നൊരു ജീവിതമുണ്ട്. കലാഭവൻ ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നിട്ട് മോനെ നീ ഇത് പിടിച്ചോട്ടോ, നിനക്കത് പറ്റും എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ എത്രത്തോളം കടപ്പെട്ടവനാണ് കലാഭവനോട്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ കലാഭവനുള്ളതാണ്. കാരണം കലാഭവനിൽ ഞാൻ ഈ കലാകാരനായിട്ട് വളർന്നതിൻ്റെ കേസല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളിപ്പം കയറി വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രവി, കലാഭവൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കൂട്ടുകാരാണ്. അഴകൻ, ഷിജൻ, അങ്ങനെ ഒരു പറ്റം മരണം വരെയുള്ള ഒരു കുറേ കൂട്ടുകാരെ കിട്ടിയതാണ് ഞാൻ ആദ്യത്തെ പ്ലസ് പോയിൻറ്റ്. അതിന് ശേഷമാണ് ബാക്കി കലയൊക്കെ വരുന്നത്. പിന്നെ അവിടെ പഠിക്കാൻ ചേർന്ന് കലാഭവൻ മധു സാറ്, കലാഭവൻ ബെന്നി എന്ന് പറയുന്ന 2 സാറുമാരാണ് എന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും എന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നത്. കാരണം അവിടെ ഒരു ഗ്യാങ്ങിനെ പഠിപ്പിക്കുകയും, അപ്പം ഞാൻ വിചാരിച്ചു ഇത് എല്ലാ പ്രാവശ്യവും ആഴ്ചയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരേ സാധനമുള്ള ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഈ പറയുന്ന 5 പേരെയും കൂടി മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് വെർബലി പറഞ്ഞിങ്ങനെ ടക്കടക്ക് നീ അത് പറ നീ ഇത് പറ അങ്ങനെ ഉണ്ടാക്കിയില്ലേ സ്കിറ്റ്. അങ്ങനെ ഉണ്ടാക്കി ഒരു തവണ കളിച്ചു വിജയിച്ചു, 2 തവണ കളിച്ചു വിജയിച്ചു. അങ്ങനെ നമ്മൾ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ എനിക്ക് ഈ സ്കില്ലുണ്ട്. പിന്നെ അത് പേപ്പറിലേക്കാക്കി. ആ പേപ്പറിലേക്ക് പറഞ്ഞിടത്താണ് ഈ സ്ക്രിപ്റ്റ് നമുക്ക് പരിപാടി കയ്യിലുണ്ടിട്ടോ എന്നും മറ്റുള്ളവരുടെ ചിരിയിലാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ കലാഭവനിൽ നിന്നാണ് അതെല്ലാം തുടക്കം. പിന്നെ ഞാനവിടെ അധ്യാപകനായി എത്രയോ കുട്ടികൾക്ക് എത്രയോ വർഷങ്ങൾ ക്ലാസ് എടുത്തു. അപ്പോൾ ഇതെല്ലാം എനിക്ക് വായിക്കുന്ന എല്ലാം ചെറുപ്രായത്തിൽ കിട്ടിയെന്നുള്ളതാണ്. എന്നോട് നസീർക്കിടക്ക് കളിയാക്കി ചോദിക്കും, നീ ഇത് അവിടെ മഴവിൽ മനോരമയുടെ പരിപാടിയിൽ ബമ്പർ ചിരിയിൽ വന്നിട്ട് ഓരോ പിള്ളേർ വന്നിട്ട് സാർ എന്നെ എടുത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നെക്കാളും പ്രായമുള്ളവരായിരിക്കും അവർ. അപ്പം നീ ഇതെന്ന് തുടങ്ങിയത് എന്നോട് കളിയാക്കുന്നു, എനിക്ക് എത്ര പ്രായം ഉണ്ടാകുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 15 വയസ്സിലാണ് കലാഭവനിൽ ചെല്ലുന്നത്. 16 വയസ്സിൽ ഞാനവിടെ അധ്യാപകനായി. 16 വയസ്സിൽ തന്നെ കോമഡി കസിൻസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ടി വിയിൽ വരുന്നു. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയുള്ള ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 26 വയസ്സ് വരെ ബഡായി ബംഗ്ലാവ് വരെ, പിന്നെ അത് കഴിഞ്ഞ് അമറക് ഭ്രന്തോണി, അങ്ങനെയാണ് എൻ്റെ ജേണി മുഴുവൻ. പിന്നെ സിനിമയിലായി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോംബേതയിൽ പടത്തിൽ അഭിനയിച്ച് അങ്ങനെ കൃത്യമായിട്ട് ദൈവം ഓരോ കാര്യങ്ങളിങ്ങനെ പണിയുണ്ട്, ഞാനതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ അധ്വാനത്തിന് എനിക്ക് എപ്പോഴും ഒരു 5 കൊല്ലം അധ്വാനിച്ചാൽ അടുത്തൊരു 2 കൊല്ലത്തേക്കുള്ള ലിവറേജ് അല്ലെങ്കിൽ ഫ്യൂവൽ തരും. അങ്ങനെ അടിപൊളി. അപ്പോൾ എന്തായാലും കലാഭവനെ പറ്റിയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ചില കൂട്ടുകാരും അല്ലെങ്കിൽ ചില ബന്ധുക്കളും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരാറുണ്ടോ ബിബിൻ ജോർജ് എന്നുള്ള റൈറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. എൻ്റെ കൂടെ ബിബിൻ ജോർജ് ഉണ്ട്, സേതുവാണ് കൂടെ. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. എൻ്റെ കൂടെ ഉള്ളത് റൈറ്റർ, നടൻ ഒക്കെ ആയിട്ടുള്ള ബിബിൻ ജോർജാണ്. ബിബിൻ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, തൊണ്ട പാടില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള? ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയത് ചെയ്ത് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ അത് 1-2 സ്ഥലത്തൊക്കെ ചെയ്തായിരുന്നു. അത് വിജയിച്ചിട്ടുള്ളത് മാത്രം ഇവിടെ ഇടുക. ഏറ്റ ഈ റേഡിയോയുടെ ഒരു ഗുണമുണ്ടല്ലോ, ആരും ഒന്നും ചെയ്യൂല്ലോ. പേടിക്കാൻ സ്റ്റേജ് ആകുമ്പോൾ മുട്ട നേരെ വീഴും. ഇതാകുമ്പോൾ നമുക്ക് പേടിക്കണ്ടല്ലോ, ശ്രോതാക്കളല്ലേ, സ്വന്തം റേഡിയോ കൊണ്ട് തല്ലിപ്പൊട്ടിക്കൂല. விஜய் சேதுபதியோட சவுண்ட் வந்திருக்கேன். விக்ரம் சார், ஒரு கேஸ் சொல்கிறேன் சார். சார் நான் இங்கே இந்த கேரளாவில் வேறு லெவல் சார். அவர் எல்லாருமே பேசும்போது இந்த மோலாலி மம்முட் சார் இவரெல்லாம் கையெல்லாம் நடுங்க சார். விக்ரம் சார், ஒரு கேஸ் சொல்லிட்டேன் സാർ. അടിപൊളി. ഇങ്ങനെ വിജയ് സേതുപതിയുടെ മുഖത്ത് ഇങ്ങനെ വലിയുന്ന സാധനമൊക്കെ ഇല്ലേ? இது நம்ம அவர் எப்பவும் பேசும்போது இங்கே இது இருக்கும், ஒரு உணர்வு இருக்கும். அவர் எதுன மாதிரி அதான் എന്താണല്ലോ ശരിക്കും പറയണേ, നമ്മൾ മിമിക്രി എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം മാത്രം നോക്കിയാൽ പോരാ, ആ ശബ്ദം വരണമെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവർ പല്ലെങ്ങനെ വെക്കുന്നു അല്ലേ, നാക്ക് എങ്ങനെ കൊണ്ടുവരുന്നു. നമ്മൾ ഈ മഹേഷ് കുഞ്ഞുമോനൊക്കെ വന്നതിന് പിന്നെയാണ് ഈ അനുകരണ പരിപാടി നിർത്തിയത്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഈ അനുകരണ പരിപാടി നിർത്തിയത്. കാരണം ഈ അടുത്ത കാലത്ത് വന്നേക്കണേലൊരു ലെജൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ മഹേഷാണ്. തരംഗം അല്ലേ? അതെ, ഇപ്പോഴത്തെ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ വരും. അപ്പോൾ
ഇപ്പം നസീർക്ക്, കോട്ട നസീർക്ക് മിമിക്രിയുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അത് കൃത്യമായ ആ കാലയളവിൽ അദ്ദേഹം ഏറ്റവും പെർഫെക്റ്റായിട്ട് അന്ന് ചെയ്ത ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞു. അടുത്ത ഈ യുഗപ്പിറവി എന്ന് പറയൂലേ, കറക്റ്റ് യുഗപ്പിറവികൾ അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഒരാൾ നസീർക്ക്, അപ്പോൾ നസീർക്ക് ഇപ്പോൾ അടുത്ത അഭിനയത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അടുത്ത ആളുടെ ഇൻ്റർവ്യൂ വന്നു. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി മഹേഷ് കുഞ്ഞുമോന് അതുപോലെ തന്നെ അടുത്ത ആൾ വരും. സത്യമാണ്. എന്തായാലും ഓരോരുത്തരുടെ കാലം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ബിബിനോട് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, പാട്ട് കേട്ട് വരുമ്പോഴത്തേക്കും വേറൊന്നുമല്ല, ഈ കൂട്ടുകാർ, നാട്ടുകാർ ഇവർ പറയുന്ന ചില ഡയലോഗുകൾ സിനിമയിൽ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിനുവേണ്ടി കാത്തിരിക്കൂ. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് റൈറ്റർ, ഡയറക്ടർ, ഒപ്പം തന്നെ സിനിമാ താരമൊക്കെ ആയിട്ടുള്ള ബിപിൻ ജോർജാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബിപിൻ ജോർജാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിനെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് വളരെ കാര്യമായിട്ട് കാണാറുണ്ട്. സിനിമ വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു താരമാണ് എൻ്റെ കൂടെ ഉള്ളത്. ബിപിൻ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തിരിച്ചു വരണം. അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാരെ ഇടിക്കും. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വെച്ചത് ഈ വീട്ടുകാർ, നാട്ടുകാരൊക്കെ പറഞ്ഞ ഡയലോഗുകൾ സിനിമ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ടോ എന്നുള്ളതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ എനിക്ക് ഇപ്പം ഞാനും വിഷ്ണുവും എപ്പോഴും പറയുന്നത്, ഞങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് വരെ, അതായത് സിനിമയിൽ വന്നതിന് മുമ്പ് വരെയൊക്കെ ഞാനും വിഷ്ണു വലിയ സിനിമകൾ കണ്ട പരിചയങ്ങളില്ല. എനിക്ക് ഞാൻ കുഞ്ഞുനാൾ മുതൽ ഞാൻ മലയാളം പടങ്ങൾ, ഹിന്ദി പടം, തമിഴ് പടം, ഇതെല്ലാം നമ്മൾ ഇപ്പം നമുക്ക് കലാപനിയിൽ നിന്ന് കിട്ടുന്ന കാശിൽ നിന്നാണെങ്കിൽ ഞാൻ പോയി CD മേടിച്ചിട്ട് കാണുമായിരുന്നു. പക്ഷേ ഇൻ്റർനാഷണൽ സിനിമകളൊന്നും കണ്ടിട്ടുള്ള പരിചയങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾക്കാകെയുള്ള അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്വീകാര്യത ആളുകളുടെ ഇടയിൽ കിട്ടിയ സ്ക്രിപ്റ്റിന്. നമ്മുടെ ഇടയിൽ ഒരാൾ നമ്മളാണെന്ന് തന്നെ തോന്നിക്കുന്ന കഥാപാത്രങ്ങളെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാജറേഷൻ, ഈവൻ ഭയങ്കര ഹൈ പീക്ക് എക്സ്ട്രാജറേറ്റ് ചെയ്ത ക്യാരക്ടറായിട്ട് ജനങ്ങൾക്ക് തോന്നുന്ന മറ്റേ ഹോസ്പിറ്റലിൽ ഷർവാണി ഇട്ടുകൊണ്ട് വരുന്ന നല്ലവനായ ഉണ്ണി, അത് ഭയങ്കര എക്സ്ട്രാ. നമ്മൾ വിചാരിക്കും ഇത് ഇവന്മാരുണ്ടാക്കിയതാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പോലും അങ്ങനെ നടക്കുന്നൊരു കൂട്ടുകാരൻ ഞങ്ങൾക്കുണ്ട്, ശ്യാം നടക്കാവെന്ന് പറഞ്ഞിട്ട്. അവനിതുപോലെ ഒരു സ്റ്റേജ് പരിപാടിയിൽ ഒരു പാവം കുറേ വൃദ്ധന്മാരായ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ടിലിരിക്കണേ അവനെ ഭ്രാന്താണെന്ന് തോന്നണം എന്ന് പറഞ്ഞ പോലെ അതേപോലെ ആളുകളുണ്ടായിട്ട്. അപ്പോൾ അതേപോലത്തെ കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ സഹോ എന്നുള്ള വിളി, അതൊക്കെ ഞങ്ങൾ കൂട്ടത്തിൽ വിളിച്ചിരുന്ന സാധനമാണ്. പിന്നെ എന്താ പറയുന്നത്, ഈ നല്ലവനായ ഉണ്ണി, നമ്മളെ കുഞ്ഞുനാൾ പോലെ നമ്മുടെ അമ്മമാർ അയൽവക്കത്ത് ഉണ്ണീനെ കാണിച്ചല്ലേ നമ്മൾ വളർത്തുന്നത്, ആ കമ്പാരിസൺ. പിന്നെ രതീഷ്, ഞാൻ എല്ലാവരെയും, എനിക്കൊരു കോമൺ പേരായിരുന്നു രതീഷ്. ഇപ്പം ഈവൻ നമ്മുടെ മുമ്പിൽ ആരും വന്നാലും, രജനീകാന്ത് വന്നാലും ഞാൻ ആ സമയത്ത് രതീഷ് എന്ന് വിളിക്കുള്ളേ. അപ്പോൾ അത് ആ സമയത്ത് ആകെ വിളിക്കുക രതീഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതിയ സാധനമാണ്. അങ്ങനെ എന്തൊക്കെ ഇപ്പോൾ നമ്മുടെ പടങ്ങളിലൂടെ ട്രെൻഡായിട്ടുള്ള ഡയലോഗ് ഉണ്ടോ അതെല്ലാം നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. കഥാപാത്രങ്ങൾ, എൻ്റെ അമ്മച്ചി റെഫറൻസ് ഉണ്ടാവും എല്ലാ പടത്തിലും. എൻ്റെ അമ്മയുടെ സ്വഭാവം മിക്ക സിനിമകളിലും ഉണ്ടാവും. കാരണം എനിക്കറിയാവുന്ന ക്യാരക്ടറുകളാണ്. വിഷ്ണുവിന് പരിചയമുള്ള കഥാപാത്രങ്ങളുണ്ടാവും. ഈ ടിമി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെയും വിഷ്ണുവിൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായി, മഹാരാജി പഠിച്ചാണ്. അദ്ദേഹം ബ്ലൈൻഡായിരുന്നു. ഇവിടെയാണ്, കുടമാളൂരാണ്. പുള്ളി മരിച്ചുപോയി. ആ കഥാപാത്രമാണ് യമണ്ടൻ പ്രേമകഥയിലെ വിഷ്ണു ചെയ്തത്. പുള്ളി ഭയങ്കര പോസിറ്റീവായിരുന്നു, ഫുൾ തമാശയും പറഞ്ഞ് നടക്കുന്ന ക്യാരക്ടറായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് അങ്ങനെ കാണാത്തൊരു കഥാപാത്രങ്ങൾ അങ്ങനെ വളരെ കുറവായിരിക്കും. അയ്യോ, വിഷ്ണുവിൻ്റെ കഥാപാത്രം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഡയലോഗ്, പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഞാൻ ഒരു കൽക്കലിക്കില്ല ചേനെ നീക്കില്ലേ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ അത്രയും നമ്മൾ മലയാളികൾക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത്രയും മലയാളികൾ ഓർത്തു വയ്ക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളും ഒരുപിടി ഡയലോഗുകളും, നമ്മളിപ്പോൾ ട്രോളുകൾ കാണുന്ന ഡയലോഗുകളൊക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് നന്ദി. എന്തായാലും നമ്മളിനിപ്പോൾ പാട്ട് കേൾക്കാൻ പോവാണ്. പാട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വരാൻ പോകുന്നത്. എന്തായാലും അതായത് ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നുള്ള പങ്കാളിയുണ്ട്, പങ്കാളിയുടെ ചില വിശേഷങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ പങ്കാളിയേക്കാൾ കൂടുതൽ കൂടെയുള്ള ഒരാളാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. പക്ഷേ ഇതിൽ കൂടുതൽ ഏതൊക്കെയാണ് മലയാള സിനിമയിൽ എപ്പോഴും കൂടെ വന്നിട്ടുള്ളതെന്നാണ് നമുക്കറിയേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുക, സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK
SK Hotspot. എൻ്റെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത് ബിബിൻ ജോർജ് ആണ്. ബിബിൻ നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നും കൂടെയുണ്ട്. അദ്ദേഹം ഒരു സിനിമാക്കാരനെ അല്ല താങ്കൾക്ക്, എൻ്റെ സ്വന്തം പങ്കാളി എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇതല്ലാണ്ട് ശരിക്കും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള മറ്റു താരങ്ങൾ ആരൊക്കെ ആയിരിക്കും? ഇപ്പോൾ ഏറ്റവും ആദ്യം ഒരു സിനിമ ഇറങ്ങിയാലോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഹിറ്റ് ആകുമ്പോഴൊക്കെ പെട്ടെന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ, അതാരൊക്കെ ആയിരിക്കും? മലയാള സിനിമയിൽ അങ്ങനെ വിളിക്കാവുന്ന നമ്മളെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഈ സിനിമയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്കെല്ലാവരും സുഹൃത്തുക്കളാണെന്നും ഇതൊക്കെ. പക്ഷേ പിന്നീട് നമുക്ക് നമ്മളുടെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സിനിമയിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം സക്സസ് ഉണ്ടെങ്കിലേ സൗഹൃദങ്ങളേ ഉള്ളൂ സിനിമയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കല്ലേ, ഇവിടെ ഒരു 45 ദിവസം. അപ്പോൾ ഈ 45 ദിവസം ഇവിടെയുള്ള ക്രൂ, യൂണിറ്റ്, ഇവിടെയുള്ള ഡയറക്ടർ, ഇതിങ്ങനെ നമ്മൾ സ്ഥിരം കാണും. പിന്നെ അടുത്ത 45. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓർമ്മകളുടെ മുകളിൽ അടുത്ത ഓർമ്മകൾ കയറും. പിന്നെ വല്ലപ്പോഴും ജെന്യുവിനായിട്ടുള്ള ഇപ്പോൾ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്നത് ഞാൻ പറയാം, ഷാജോൻ ചേട്ടൻ ഞാൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയുള്ള ആളുകളാണ്. സലീമേട്ടൻ, സലീം കുമാറിന് ഞാൻ ഒരു അനിയനെ പോലെയാണ് എനിക്ക് തിരിച്ചു. കോട്ടണി സീർക്ക ഈ അടുത്ത് വന്ന് എൻ്റെ ഉള്ളിലേക്ക് കയറിയ ആളാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ നല്ല വൈബാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിച്ചിരുന്ന പലരും നമ്മുടെ സുഹൃത്തുക്കളല്ല എന്ന് പിന്നീടുള്ള കാലമാണ് തെളിയിച്ചിരുന്നത്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഉള്ള പിന്നെ ഈ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞുനാളുകളുള്ള കൂട്ടുകാരില്ലേ, അവർ തന്നെയാണ് അന്നൊന്നൊക്കെ ബേസ് ചെയ്ത് ഉള്ളത്. ഈ നമ്മൾ ഇപ്പോൾ കലാഭവൻ എന്നുള്ള ഒരു എന്താ പറയുക ഒരു വമ്പൻ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് ചെന്ന് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കഥയുണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ചെന്ന് പ്രസൻറ്റ് ചെയ്യാതൊക്കെ എളുപ്പമായിരുന്നു ശരിക്കും ബിബിൻ ജോർജിനും വിഷ്ണു ഉണ്ണികൃഷ്ണനും. അതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരുടെയും ശബ്ദങ്ങളിലൊക്കെ അനുകരിച്ച് പറയാൻ പറ്റി. അപ്പോൾ ഈ ശബ്ദങ്ങൾ അനുകരിച്ച് പറയുമ്പോൾ ഇവർ ഏത് മീറ്ററിലാണ് പറയണേന്നുള്ളത് ഓഡിയൻസിന് കിട്ടുമല്ലോ, കേൾക്കുന്നവന് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എപ്പോഴും ഞങ്ങളുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നടൻ സിദ്ദിഖ എപ്പോഴും പറയും, എടാ ഈ നീയൊക്കെ ഞാനൊന്നും ഒന്നും എഴുതുന്നില്ലേ, ഒന്ന് കേൾപ്പിക്കടാ, വെറുതെ രസം, എനിക്ക് അഭിനയിക്കാനൊന്നുമല്ല, നീ വന്ന് കേൾപ്പിക്കേ എന്ന് പറയും പുള്ളി. കാരണം പുള്ളിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾ കട്ടപ്പനയും അമറും ഒക്കെ വായിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അങ്ങനെ ഞങ്ങളുടെ കഥ വായിക്കണ കേൾക്കാൻ രസമെന്ന് പറയാറുണ്ട് എല്ലാവരും. നിങ്ങൾ മുഷിപ്പിക്കില്ല, അപ്പോൾ നിങ്ങളുടെ പടവും മുഷിപ്പിക്കില്ല അല്ലേ? അങ്ങനെയാണെന്നും അറിയില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇത് ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു സത്യത്തിൽ നമ്മുടെയൊക്കെ കിളി പോയിരിക്കുക. ചില പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളൊന്നും ഭയങ്കര വിജയമാകുന്നുണ്ട്, ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓടുന്നില്ല. നമ്മുടെ പടങ്ങൾ തന്നെ എന്തൊക്കെയാണ് ജഡ്ജ് ചെയ്യുന്നത് നമുക്കൊരു പിടുത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ടൈം. ആ ടൈം നന്നാവുമ്പോൾ എല്ലാം നന്നാവും. സൂപ്പർ. അപ്പോൾ എന്തായാലും നമ്മളിത് പാട്ട് കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തുമ്പോഴേക്കും നമ്മൾ ബിബിൻ ജോർജിൻ്റെ കൂടെ 1-2 ചോദ്യങ്ങൾ കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ തിരക്കിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വിടണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സേതുവാണ് കൂടെ, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. ബിബിൻ ജോർജാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മളങ്ങനെ സംസാരിച്ച് നമ്മളങ്ങനെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ പുതിയ പ്രോജക്റ്റുകളാണ് എനിക്കിപ്പോൾ ചോദിക്കാനായിട്ടുള്ളത്. ബിബിൻ ബ്രോ പറയൂ, പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയത് ഇനി വരാനുള്ളത് അപൂർവപുത്രന്മാരെന്ന് പറഞ്ഞാൽ ഞാനും വിഷ്ണുവും കൂടിയുള്ള ഒരു കോമഡി പടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണലി ഹീറോ ആയിട്ടുള്ള കൂടൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ ഒരു അക്കാഡമിക്കലി ഉള്ളൊരു സിനിമ, ഒരു നദി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ശുക്രൻ, അതാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. അപ്പോൾ എന്താ എല്ലാവിധ ആശംസകളും ബിബിൻ ജോർജ് എന്നുള്ള റൈറ്ററിന്, ഡയറക്ടറിന്. ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയൊരു സംഗതി, അല്ലെങ്കിൽ ചോദിക്കാതിരുന്ന സംഗതി, ഡയറക്ഷൻ എന്നുള്ള കാര്യത്തിലേക്ക് ഇനിയിപ്പോൾ എന്നാണ് നിങ്ങൾ രണ്ടുപേരും മടങ്ങിയെത്തുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഒരു സർപ്രൈസായിട്ട്, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അല്ലേ? അതെ, അത് ഡയറക്ഷൻ ഇത്തിരി പണിയുള്ളതും സമയമെടുക്കേണ്ടതുമായ ജോലിയാണ്. അതിന് ഇപ്പോഴും നമ്മൾ പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ പാകപ്പെടുമ്പോൾ ഒന്നുകൂടി ചെയ്യാം. സൂപ്പർ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. തകർപ്പൻ സിനിമകൾ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടേ ഇരിക്കട്ടെ. താങ്ക് യു ബ്രോ. താങ്ക് യു. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര